ഇന്ന് ഒരു എക്സ്ട്രീം കണ്ടീഷനിലുള്ള റോഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓല S1 Proൻ്റെ സെക്കൻഡ് ജനറേഷൻ 1 year and 2 months ആയി എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു റോഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ്ട്രീം കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ചുരത്തിൻ്റെ, അതായത് കുറ്റ്യാടി ചുരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. പക്രംതളം എന്ന് പറയുന്ന ചുരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അതായത് ഇപ്പോൾ എൻ്റെ വണ്ടിയിലുള്ള പെർസെൻറ്റേജ് 98% ആണ് വണ്ടിയിലുള്ള ചാർജ്. ഇപ്പോൾ വണ്ടി കിടക്കുന്നത് 98% ചാർജിലാണ്. വണ്ടി 1 year and 2 months കൊണ്ട് 23,353 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഒരു കൊല്ലത്തിന് ശേഷം ബാറ്ററി ഡ്രോപ്പും റേഞ്ച് ഡ്രോപ്പും ഒന്നും എനിക്ക് കാര്യമായിട്ട് അങ്ങനെ വന്നിട്ടൊന്നുമില്ല. സാധാരണ എല്ലാവരും ഇങ്ങനെ സംശയം പറയാറുണ്ട്. ഞാനിപ്പോൾ ടോട്ടൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 1.8 കിലോമീറ്റർ ആണ്. കംപ്ലീറ്റ് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നോർമൽ മോഡിലാണ്. അപ്പോൾ എൻ്റെ പിജിയൻ ഡ്രൈവർ വയനാട് താമരശ്ശേരി ചുരം പോലെ അത്ര സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളില്ല. എന്നാലും ഇതൊരു ചെറിയ ചുരമാണ്. അപ്പോൾ ഏകദേശം ഒരു 12-13 കിലോമീറ്ററോളം ഉള്ള ചുരമാണിത്. മൺസൂൺ ടൈം ആയതുകൊണ്ടത് സ്റ്റാർട്ടിങ് തന്നെ നല്ല മഴ കിട്ടി. അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് എന്തായാലും കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മളെ തീരുമാനം. മാറ്റമൊന്നുമില്ല, നല്ല പെരും മഴ. അയ്യോ, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ 5.2 കിലോമീറ്റർ പിന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റർ ഓടാൻ വേണ്ടി നമുക്കെടുത്ത് ചാർജ് എന്ന് പറഞ്ഞാൽ 80%, 90% ആയി. ഇപ്പോൾ ചാർജ് 98%ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 90% ആയി ചാർജ്. നമ്മൾ ഇപ്പോൾ പകുതി ഭാഗം പോലും ആയിട്ടില്ല. ഏകദേശം 5 കിലോമീറ്ററിൻ്റെ അടുത്ത് 5.5 കിലോമീറ്ററിൻ്റെ അടുത്തായി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഹെയർ പിൻ ബെൻഡുകളുണ്ട്. 11-12 ഹെയർ പിൻ ബെൻഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഹെയർ പിൻ ബെൻഡുകൾ മൊത്തം നമുക്ക് കവർ ചെയ്യാനുണ്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ പോയിട്ടാണ് നമ്മൾ എത്ര വോൾട്ടേജ്, എത്ര ബാറ്ററി ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹെയർ പിൻ ബെൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹെയർ പിൻ ബെൻഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഇത്ര നേരം നമ്മൾ അത്യാവശ്യം ഒരു നോർമൽ കയറ്റം പോലെയുള്ള സാധനങ്ങളിലൂടെയാണ് ഇപ്പം കടന്നു വന്നത്. ഇനിയിപ്പോൾ ഹെയർ പിൻ ബെൻഡുകൾ, അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങൾ ഈ ചുരത്തിൻ്റെ ജേണിയിലിൻ്റെ ഇടയിൽ ഉണ്ടാവും. ഇപ്പം നമ്മൾ 11ാമത്തെ ഹെയർ പിൻ ബെൻഡിലേക്കാണ്. ഇപ്പോൾ ടോട്ടൽ 11 ഹെയർ പിൻ ബെൻഡുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ 13 എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ 11 ഹെയർ പിൻ ബെൻഡുകളാണ് കുറ്റ്യാടി ചുരത്തിലുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം 7 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വെഹിക്കിളിൻ്റെ ബാറ്ററി സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാനുണ്ട്. സാധാരണ ഇത്തരം കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് മറ്റേ ബാറ്ററി ടെമ്പറേച്ചറും മോട്ടോർ ടെമ്പറേച്ചറും കൂടുന്നത്. മോട്ടോർ ടെമ്പറേച്ചർ ഇപ്പോൾ സേഫാണ്, 46.4. ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ 60-65 വരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേക്കിൽ ആളെ ഇരുത്തിക്കൊണ്ട് റൈഡ് ചെയ്തപ്പോഴാണ്. ഇപ്പോൾ ഞാൻ ഈ റൈഡ് കംപ്ലീറ്റ് റൈഡ് ചെയ്യുന്നത് സിംഗിളായിട്ടാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുതിയ വരുന്ന ഓല S1 Pro Gen 3 മോഡലുകളിൽ ചെയിൻ ഡ്രൈവാണ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഓല S1 Pro Gen 2ൽ ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ സൗണ്ട്, അതിപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, സൗണ്ട് അത്യാവശ്യം വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ S1 Pro Gen 1ഉം Gen 2 ഓടിച്ച് ശീലമായിട്ടുള്ള ഒരാൾക്ക് S1 Pro Gen 3 ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു അരോചകമായി തോന്നും ആദ്യം തന്നെ. കാരണം ചെയിൻ്റെ സൗണ്ട്, അത്യാവശ്യം ചെയിൻ്റെ സൗണ്ട് ഉണ്ട് അതിന്. പിന്നെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റ്യാടി ചുരം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പേരാമ്പ്ര എന്ന സ്ഥലത്ത് നിന്ന് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു ചുരമാണ്. മാത്രമല്ല, ഈ ചുരത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങൾ പരിമിതമായിരിക്കും, വാഹനങ്ങൾ വളരെ കുറവായിരിക്കും. താമരശ്ശേരി ചുരമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറു വാഹനങ്ങളും മാക്സിമം വാഹനങ്ങളുടെ എണ്ണം കുറവായിരിക്കും. പിന്നെ നോർത്ത് മലബാർ സൈഡിൽ നിന്ന് മൈസൂർ, ബാംഗ്ലൂരേക്ക് പോകുന്ന ആളുകളാണ്. അതും കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ കണ്ണൂർ അവിടെ അപ്പുറത്ത് പാൽച്ചുരമൊക്കെ കയറിയിട്ടാണ് പോവുക. നമ്മളെ റൈഡിൻ്റെ ഒരു ഓൾമോസ്റ്റ് 80% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20% കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബാറ്ററി കണ്ടീഷനൊക്കെ. ഇതാണ്
79% ബാറ്ററി ആണ് ഇതിലുള്ളത്. 10.6 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടി. ഇവിടുന്ന് മൈസൂരേക്കും മാനന്തവാടിക്കും ബാണാസുര സാഗർ ഡാമിലേക്കുള്ള സൈൻ ബോർഡുകളുണ്ട്. കണ്ടായിരിക്കും അടുത്താണ്, പക്ഷെ ഒരുപാട് ദൂരമുണ്ട് അങ്ങോട്ട്. ഈ ഓടുന്ന ബസ്സിൻ്റെ മൂട്ടിൽ പിടിക്കുന്നത് റിസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വിട്ടുപിടിക്കാം. എനിക്ക് എപ്പോഴുള്ളൊരു സംശയം, ഇതെന്താ സംഭവം? ഈ കുറ്റ്യാടി ചുരത്തിൻ്റെ ഈ വ്യൂ പോയിന്റ് ഒക്കെ കഴിഞ്ഞ് അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈ വീഡിയോയിൽ കണ്ട ഈ സംഭവം എന്തെന്നാണെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സാധാരണ ഇവിടെ ഒരുപാട് കോട ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കോടയൊക്കെ കുറവാണ്. മഴ ഒന്ന് മാറി വെയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ താഴെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു, പെട്ടെന്നൊരു മഴ. ഇപ്പം മഴയൊന്നുമില്ല, ഇപ്പം നല്ല കാലാവസ്ഥയാണ്. നമുക്ക് ഈസി ആയിട്ട് താഴെ ഇറങ്ങി പോകാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് കുറ്റ്യാടി ചുരത്തിലെ ലാസ്റ്റ് പോയിന്റ്. കുറ്റ്യാടി ചുരത്തിലെ ലാസ്റ്റ് പോയിന്റ് ഇവിടെയാണ് ചുരം അവസാനിക്കുന്നത്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വയനാടായി. അപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 77% ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ടോട്ടൽ 11.7 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. 11.7 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ ചുരം കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്ത ചാർജ് എന്ന് പറഞ്ഞാൽ 21% ചാർജാണ്. അതായത് 98% ചാർജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വെഹിക്കിൾ സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. ബാറ്ററി ടെമ്പറേച്ചർ 31 ഡിഗ്രിയാണ്. മോട്ടോർ ടെമ്പറേച്ചർ 42 ഡിഗ്രി സെൽഷ്യസ്. ടോട്ടൽ ബാറ്ററി ഡ്രോപ്പ് 77% ആയിട്ടുണ്ട്. അതായത് 21% ബാറ്ററി ഡ്രോപ്പ്. അപ്പോൾ ഇനിയും നമുക്ക് എത്ര കിലോമീറ്റർ ഓടാമെന്നുള്ളതാണ് കാണിക്കുന്നത്. നോർമൽ മോഡിൽ നിന്ന് നമുക്ക് 113 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്, തിരിച്ച് ചുരം ഇറങ്ങുകയാണ്. ചുരം ഇറങ്ങുന്ന സമയത്ത് ആ വഴി പോയിട്ട് ചുരം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് റീജൻ കിട്ടും. ഇവിടുന്ന് സാധാരണ ഒരു 5% 6%ഓളം റീജനറേഷൻ കിട്ടാറുണ്ട്.